പൊളിറ്റിക്സ് ഒരിക്കലും ഒരു കരിയർ ഓപ്ഷൻ അല്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഇതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല, ഇത് ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാനാണെങ്കിൽ ഡിഗ്രി എക്കണോമിക്സ് ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇനി MBA ചെയ്യാനാണ് താല്പര്യം. അതിപ്പം ഓൺലൈനായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്യാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ജെൻസിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ്. നമുക്കറിയാം ഇവിടെ ഒത്തിരി പിള്ളേർ എബ്രോഡ് പോകുന്നുണ്ട്. നമ്മുടെ നാടായിട്ട് വികസിക്കണമെങ്കിൽ ആൾക്കാരെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ സാധിക്കണം. വി നീഡ് ടു ഗിവ് ദം എ റീസൺ ടു സ്റ്റേ ബാക്ക്. ജെൻസി ടെൻഡ് ടു ബി എ പൊളിറ്റിക്കൽ, ലൈക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഇതെന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ പൊതുവെ കേട്ട് വരുന്നൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഇതാണേലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം. ഒബ്വിയസ്ലി എനിക്ക് എൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു വലിയ ദൗത്യമാണ്, ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, ഒത്തിരി ഡ്യൂട്ടീസ് ഇപ്പം എൻ്റെ മേലിലുണ്ട്. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അത് ഒരു സമ്മർദ്ദമാണോ അതോ പ്രചോദനമാണോ കൂടുതലുണ്ടായിരുന്നു? അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അടുത്ത 5 വർഷത്തേക്ക് എൻ്റെ ഫുൾ ഡെഡിക്കേഷൻ ഒരു രാഷ്ട്രീയക്കാരിയാണെങ്കിൽ ഒരു 101%. ഇതൊരു 9 to 5 ജോബ് അല്ല. ഇതാണെങ്കിൽ ഒരു വർക്കിംഗ് അവേഴ്സ് ഇല്ലാതെ ഒരു ഫുൾ ടൈം നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ദിയ ബിനു പുളിക്കക്കണ്ടം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഈ പുതിയ സാരഥി. ഡിസംബർ 26-ന് പാലാ നഗരസഭാധ്യക്ഷയായി ചുമതലയേൽക്കുമ്പോൾ 21 വയസ്സും 11 മാസവും മാത്രമായിരുന്നു ദിയയുടെ പ്രായം. പാലാ നഗരസഭയിലെ 15-ാം വാർഡായ പാലംപുരയിടത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ദിയയെ അപ്രതീക്ഷിതമായുണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണ് ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ വട്ടം CPM സീറ്റിൽ ജയിച്ച ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടവും പാർട്ടിയുമായുണ്ടായ ഭിന്നതയാണ് പാലായുടെ വിധിയിൽ നിർണായകമായത്. ഭിന്നതയെ തുടർന്ന് ബിനുവും സഹോദരൻ ബിജുവും മകൾ ദിയയും 13, 14, 15 വാർഡുകളിൽ നിന്ന് സ്വതന്ത്രരായി മത്സരിച്ചു. 3 പേരും വിജയിച്ചതോടെ പാലായിലെ ഭരണം സ്വതന്ത്രം നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്കെത്തി. 26 സീറ്റുകളുള്ള നഗരസഭയിൽ LDF-ന് 12ഉം UDF-ന് 10ഉം സീറ്റുകളാണ് ലഭിച്ചത്. ഭൂരിപക്ഷത്തിന് വേണ്ടതാവട്ടെ 14 സീറ്റുകളും. ഇതേ തുടർന്ന് പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെയും കോൺഗ്രസ് വിമത മായാ രാഹുലിൻ്റെയും പിന്തുണയോടെ UDF ഭരണം പിടിക്കുകയായിരുന്നു. മായാ രാഹുലിന് UDF വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകി. 2 വർഷത്തേക്ക് ദിയയെ ചെയർപേഴ്സണാക്കാമെന്നും ധാരണയായതോടെ പാലാ നഗരസഭയ്ക്ക് ഒരു ജെൻസി നഗരസഭാധ്യക്ഷയെ ലഭിക്കുകയായിരുന്നു. ദിയ, എങ്ങനെയാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിനി ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ ഒരു നഗരസഭാധ്യക്ഷ ആയിത്തീരുന്നത്? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ ഈ മെയ്യിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എക്സാംസിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയപരമായി ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആൾക്കാരാണ്. ഞാനും കുഞ്ഞുനാളിലെ തൊട്ട് രാഷ്ട്രീയത്തിൽ ചുറ്റിപ്പറ്റി വളർന്നത് തന്നെയാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ വളരെ യാദൃശ്ചികമായ ഒരു അവസാന നിമിഷം നോമിനേഷൻ ഒരു 2 ദിവസം മുമ്പുള്ളപ്പോഴാണ് ഈ ഒരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അച്ഛനങ്ങനെ എന്നോട് നിൽക്കുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് നീ പറഞ്ഞു നീ ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ സമയവും തന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കൺസേൺസും ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ബിക്കോസ് അപ്പം തന്നെ ലൈക്കാൻ പറ്റില്ല, നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേ അടുക്കാറായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മളിതുവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഒരു ഫ്ലെക്സ് ആട്ടെ അല്ലെങ്കിൽ സത്യപ്രസ്താവന ഒന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസും കൺസേൺസും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ അവസാനം ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുവാണ്. അപ്പോൾ നിൽക്കുമ്പോൾ ഒരു കൗൺസിലറായിട്ട് നിന്ന് ജയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ സാഹചര്യം വേറെ ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ചെയർപേഴ്സണായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ശക്തമായിട്ടുള്ളൊരു നഗരസഭയാണ് പാല. BJPക്കും ഒരു വോട്ട് ബാങ്ക് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കുടുംബത്തിലെ 3 പേര് സ്വതന്ത്രമായിട്ടും ജയിക്കുക, എന്താണ് അതിൻ്റെ ഒരു വിജയരഹസ്യം? എന്തായിട്ടാണ് കാണുന്നത്? അത് ചേട്ടൻ തന്നെ അതിൻ്റെ ഉത്തരം അത് ചോദ്യത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ 3 പേര് സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത്. ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാണ്ടാണ് ജയിച്ചത്. ഞങ്ങൾ ജയിച്ച 3 വാർഡ് എന്ന് പറഞ്ഞാൽ വളരെ LDF സ്ട്രോങ് ആയിട്ടുള്ള വാർഡ്സ് ആണ്. അവിടെ LDF കഴിഞ്ഞാൽ പിന്നെ BJP ആണ് കൂടുതൽ അവിടെ വോട്ട്സ് ഉള്ളത്. ഞങ്ങളുടെ 3 വാർഡിലും UDF അങ്ങനെ ഒത്തിരി പ്രാധാന്യമുള്ള വാർഡ്സ് അല്ല. ഞാൻ അവിടുത്തെ രാഷ്ട്രീയം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പം നമ്മളുടെ LDFനും BJPക്കും എല്ലാം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ 20 വർഷമായിട്ട് കൗൺസിലറാണ്. ഈ 3 ടൈമും 5ാമത്തെ തവണയാണ് ഇലക്ട് ആയിരിക്കുന്നത്. ഈ 3 വാർഡുകളിൽ പല തവണ മത്സരിച്ച് ജയിച്ച ഒരാളാണ്.
അച്ഛൻ അവിടെ ആൾക്കാരോടുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം കൊണ്ട് മാത്രമാണ് 3 പേരെ സ്വതന്ത്രരായിട്ട് ജയിക്കാനുള്ള കാരണം. 1.5 മാസം മുമ്പ് ഈ നഗരസഭയിലൊരു സാധാരണ പൗരയായിരുന്നു, ഇപ്പോൾ നഗരസഭയുടെ ഭരണാധികാരിയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുന്നത്, കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒബ്വിയസ്ലി എനിക്ക് എൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയ നിരീക്ഷകയായിരുന്നു, അനലൈസ് ചെയ്യുന്നത് നോക്കിക്കാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു വലിയ ദൗത്യമാണ്, ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, ഒത്തിരി ഡ്യൂട്ടീസ് ഇപ്പോൾ എൻ്റെ മേലിലുണ്ട്. അതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഓഫ് കഴിവുകളും പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടും ഗൈഡൻസും വെച്ച് ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യണം. അതാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം തന്നെയാണ്. അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അത് ഒരു സമ്മർദ്ദമാണോ അതോ പ്രചോദനമാണോ കൂടുതലുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചു നീ നിൽക്കുന്നോന്ന് ചോദിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു ഇതെന്ത് തീരുമാനമാണെങ്കിലും അത് തന്നെ 100% ഉറപ്പോടെ എടുക്കണം. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നാളെ ഒരു നാളിൽ എനിക്കിതൊരു അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പറ്റില്ല. അടുത്ത 5 വർഷത്തേക്ക് എൻ്റെ ഫുൾ ഡെഡിക്കേഷൻ ഒരു രാഷ്ട്രീയക്കാരിയാണെങ്കിൽ ഒരു 101%. ഇതൊരു 9 to 5 ജോബ് അല്ല. ഇതാണെങ്കിൽ ഒരു വർക്കിംഗ് അവേഴ്സ് ഇല്ലാതെ ഒരു ഫുൾ ടൈം നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു റിഗ്രറ്റ് ഇല്ലാത്തൊരു ഡിസിഷൻ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തത്. എന്ത് ഡിസിഷൻ എടുത്താലും ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറയാം, കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ ഈ രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. ഇപ്പം വാർഡ് സഭയ്ക്കാണേലും അല്ലെങ്കിൽ വാർഡ് മീറ്റിങ്സിന് പോവുമായിരുന്നു. ഇവരുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഇതിനൊക്കെ പ്രചരണത്തിനൊക്കെ പോവുമായിരുന്നു. വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതെല്ലാം ഞാനായിരുന്നു. അപ്പം ഇതെല്ലാം ഒത്തിരി രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. പ്രവർത്തന പരിചയക്കുറവുണ്ട്, പക്ഷേ രാഷ്ട്രീയം നന്നായിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ അറിയാവുന്ന ഒരാളും കൂടെയാണ്. ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലർ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നഗരസഭയുടെ ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ഫേസ് എന്താണ്? ഒബ്വിയസ്ലി ലേണിംഗ് പ്രോസസ്സാണ്. ഇപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ലോക്കൽ ബോഡി ഗവൺമെൻറ്റ്സ് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങളും അത് ഫിക്സ് ചെയ്ത് പോകണം ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ ആദ്യത്തെ കൗൺസിൽ വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പം സ്റ്റാഫായിട്ടുള്ള മീറ്റിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് മീറ്റിംഗ് ആയിട്ട് നടക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് കൗൺസിലിൽ ഇനി അജണ്ട വെച്ചിന് മുന്നോട്ട് പോകണം. ഒരു ജൻസി നഗരസഭാ അധ്യക്ഷ എന്നുള്ള ഇതിൽ പുതിയ തലമുറക്കായിട്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ജൻസിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ്. നമുക്കറിയാം ഇവിടെ ഒത്തിരി പിള്ളേർ എബ്രോഡ് പോകുന്നുണ്ട്, പഠിക്കാനും പോകുന്നുണ്ട്, പിന്നെ പഠിച്ചു കഴിഞ്ഞ് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. കാരണം അവരെ ഇന്ത്യയിൽ നിർത്താനുള്ള ഒരു റിട്ടേൺസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അവർക്ക് പേ അല്ലെങ്കിൽ അവർക്കൊരു വേജോ അല്ലെങ്കിൽ അവർക്കൊരു ബേസിക് ലൈഫ് ക്വാളിറ്റി അവരാഗ്രഹിക്കുന്നത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഒബ്വിയസ്ലി എബ്രോഡ് പോകുന്നത്. അപ്പം നമുക്കായി ഒരു ഇൻകം നമുക്ക് ഇൻക്രീസ് ആവുന്നില്ല. അതുകൊണ്ട് അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിവിടെ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ വ്യവസായമായിട്ട് കൈ കൊടുക്കണം. ഇവരുടെ സേഫ്റ്റി ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതാണ് ജെൻസിക്കായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ലോകത്തെ രാജ്യമാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യോപവിശേഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്പ്രെഡ് ചെയ്യുന്നതൊരു തരത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിൽ. അപ്പോൾ ഇവർ പോകുന്നതിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് വീക്ഷിക്കേണ്ടതുണ്ട്. അത് ഈയിടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഓൾറെഡി പോയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു ജൻസി എന്നുള്ള രീതിയിൽ കാണുന്നത്? അതൊരിക്കലും നെഗറ്റീവ് എന്നുള്ളൊരു രീതി പറഞ്ഞത്. അപ്പോൾ അവർ വെളിയിൽ ചെന്നിട്ടാണെങ്കിലും നമുക്ക് ഇൻകം ഇതുണ്ട്, നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാടായിട്ട് വികസിക്കണമെങ്കിൽ ആൾക്കാരെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അത് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത കാലത്ത് അവർ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റില്ല. അവർക്ക് വി നീഡ് ടു ഗിവ് ദം എ റീസൺ ടു സ്റ്റേ ബാക്ക്. റീസൺ കൊടുക്കുക. ഇപ്പം അവർക്ക് അവരുടെ സ്കിൽസിന് അത്രയുള്ള വേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ റോഡ് അങ്ങനത്തെ സർവീസസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പോകുക എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാര്യമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നാലേ നമുക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്താലേ. ഇപ്പോഴാണെങ്കിൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിന് മാത്രമാണ് നമ്മളെ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എബ്രോഡായിരിക്കും നടക്കുന്നത്. അപ്പം ജസ്റ്റ് മാൻ പവറിന് വേണ്ടി മാത്രം ഇന്ത്യനെ നമ്മൾ യൂസായി പോകുന്നത്. ഇപ്പം നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യങ്ങളാണേലും അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവർക്ക് മാൻ പവർ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളത് വർക്ക് ചെയ്ത് പോകുന്നത്. ആ ഒരു
ഷിഫ്റ്റ് ഉണ്ടാവണം. ആ ഷിഫ്റ്റ് ഉണ്ടായാലും ഇവിടെ മാറ്റങ്ങൾ നടക്കുള്ളൂ. നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ആണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതാണ് അടുത്തത്. എക്സാക്ട്ലി. അപ്പൊ ആ ബെസ്റ്റ് ടാലന്റിനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് റിട്ടേൺസ്, അവർക്ക് അവരുടെ വേജ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വളരാനുള്ള, അവർക്ക് ഇവിടെ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാവണം. ഈ പറഞ്ഞ ഒരു വിഷയം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പലരും പുറത്തു പോകുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പുറത്തു പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സാമൂഹികാവസ്ഥ. ആൺകുട്ടികളും അതെ, അതായത് നമ്മുടെ നിലവിലുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള വിവാഹം ഒരു പ്രായമെത്തിയാൽ വിവാഹം കഴിച്ച് മതിയാകൂ എന്നുള്ളൊരു സമൂഹത്തിൻ്റെ സമ്മർദ്ദം, കുടുംബമാണെന്നുള്ള സമൂഹത്തിൻ്റെ സമ്മർദ്ദം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ലായ്മ തീർച്ചയായിട്ടും അതിനൊരു കാരണമാകുന്നുണ്ട്. ഡ്രസ് ഫ്രീലി അല്ലെങ്കിൽ റോം അറൗണ്ട് ഫ്രീലി അറ്റ് നൈറ്റ്, അങ്ങനെ ഞാൻ പറഞ്ഞ സേഫ്റ്റി, സെക്യൂരിറ്റി, ഇതെല്ലാം പക്ഷെ ആൾക്കാർ വീക്ഷിക്കുന്നത് അത് വെളിനാടുകളിൽ ബെറ്റർ ആയിട്ടുണ്ട്. അവർക്കാണെങ്കിൽ എന്ത് വേണേലും ഒരു സ്വാതന്ത്ര്യത്തോടെ ചെയ്യാം. വേറൊരു ആൾക്കാർ ജഡ്ജ് ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി എന്ത് നമ്മൾ ചെയ്താലും അത് നമ്മൾ സമൂഹം നമ്മളെ നോക്കിക്കാണും, അതിനെപ്പറ്റി ജഡ്ജ് ചെയ്യും. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തിരി ആൾക്കാർ എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ പിന്നെ ഇപ്പോഴും അതൊരു പഴയ ട്രഡീഷണൽ അല്ല, നമ്മൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. ഇപ്പം എല്ലാ പെൺകുട്ടികളെ നമ്മൾ പഠിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലെ സൊസൈറ്റിയും പയ്യെ ഗ്രാജുവലി ഷിഫ്റ്റ് ആവുള്ളൂ. നമുക്കൊരു നാളെ ഒരു 5 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഒരിക്കലും ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അത് പക്ഷേ പയ്യെ വി ആർ ഓപ്പൺ ടു ഇറ്റ്. അറ്റ്ലീസ്റ്റ് കേരള ആണെങ്കിൽ പയ്യെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പ് സിറ്റീസ്, ഇപ്പം കാലിക്കറ്റ് ആണെങ്കിലും കൊച്ചി ആണെങ്കിലും ട്രിവാൻഡ്രം പയ്യെ ഒരു മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ഇതെല്ലാം നമ്മളാണെങ്കിലും കൂടുതൽ നമ്മുടെ ജഡ്ജ്മെന്റ്സ്, നമ്മുടെ ബയസസ് ഒക്കെ മാറ്റി വെച്ച് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത കുറച്ചും കൂടെ ഓപ്പൺ ആയാലേ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ബെറ്റർ ആണ്. നമ്മൾ ആസ് എ സമൂഹം നാടോടുമ്പോൾ നടുവേ ഓടണം. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളും നമ്മുടെ പഴയ ചിന്തകളൊക്കെ മാറ്റി വെച്ച് കുറച്ചുകൂടെ ഒരു തുറന്ന മനസ്സോടെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം കുറവാണ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെ എങ്ങനെയാണ് ദിയെ കാണുന്നത്? ജെൻസി ടെൻഡ് ടു ബി എ പൊളിറ്റിക്കൽ, ലൈക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയമില്ല, ഇതെന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ പൊതുവേ കേട്ട് വരുന്നൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഇതാണേലും നമ്മളത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം. എന്തൊരു ലോ വന്നാലും അത് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പൊളിറ്റിക്സ്, എക്കണോമിക്സ് എടുക്കുന്ന ഒരാൾക്കത് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയം എല്ലാവർക്കും വേണം. അതിപ്പോൾ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഇത് വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചിലപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന വാല്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ അലൈൻ ചെയ്യുന്നത്, വേറൊരു പാർട്ടിയുടെ വേറെ വാല്യൂസ് ആയിട്ട് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം വേണം, ഒരു ലോകത്തെപ്പറ്റി ഒരു ബോധം വേണം, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പുതിയ ലോ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു സമയത്ത് എന്താണ് ഭാവിയിലേക്ക് കാണുന്നത്? പൊളിറ്റിക്സ് ഒരിക്കലും ഒരു കരിയർ ഓപ്ഷൻ അല്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഇതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല. ഇത് ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഭാവിയിലേക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കണം. ഇനി എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുറച്ച് നാളത്തേക്ക് ഇത് ഹോൾഡായി പോകും. ഞാനാണെങ്കിൽ ഡിഗ്രി എക്കണോമിക്സ് ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി MBA ചെയ്യാനാണ് താല്പര്യം. അതിപ്പം ഓൺലൈനോ ആയിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജെൻസിയുടെ വിഷയങ്ങളും അതുപോലെ തന്നെ നഗരസഭയുടെ വിഷയങ്ങളും എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.